ശ്രീകൃഷ്ണപുരത്ത് ഓട്ടോ സ്റ്റാൻഡിനെ കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് നിർത്തണം. CPIM. ശ്രീകൃഷ്ണപുരത്തെ സ്വകാര്യ ക്ലിനിക്കിന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡ് അനധികൃതമാണെന്നുള്ള കോൺഗ്രസിന്റെയും INTUCയുടെയും നിലപാട് തെറ്റെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR വിദ്യാക്ഷൻ. 2026 മെയ് 7 ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ യോഗത്തിൽ 42 അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. അതിൽ ചന്തപുരയിലെ ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ആകെ 12 ഓട്ടോ സ്റ്റാൻഡുകൾക്കാണ് അന്ന് അനുമതി നൽകാൻ തീരുമാനിച്ചത്. അതിൽ 6ാമത് നമ്പറായി ഈ ഓട്ടോ സ്റ്റാൻഡും രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് മെയ് 13 ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്കും മെയ് 16 ഒറ്റപ്പാലം RTO ഓഫീസിലേക്കും യോഗത്തിന്റെ മിനിറ്റ്സിന്റെ പകർപ്പുൾപ്പെടെ ഇമെയിൽ അയച്ചിരുന്നു. അന്ന് യോഗത്തിലെ ചർച്ചയിൽ ആരും എതിരഭിപ്രായം പറയാതിരുന്ന ഈ കാര്യം ഇപ്പോൾ പറയുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം 2 തവണ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. മെയ് 7 അവസാനമായിട്ട് യോഗം ചേർന്നത്. നമ്മൾ 3 മാസത്തിലൊരിക്കൽ ഈ യോഗം ചേരണമെന്നാണ് നമുക്കുള്ള നിർദ്ദേശവും നിബന്ധനയും. മെയ് 7 ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി യോഗത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലെ തൊഴിലാളികളെ കൂടി നമ്മൾ യോഗത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. 1 മുതൽ 42 വരെ ആളുകൾ പങ്കെടുത്ത യോഗമായിരുന്നു മെയ് 7 നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ ചുമതല വഹിച്ചിരുന്ന സിലാസ് സാറും അതോടൊപ്പം തന്നെ RTO പ്രതിനിധികളും ജനപ്രതിനിധികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ജീവനക്കാരും പങ്കെടുത്തിരുന്നു. ആ ഒരു യോഗത്തിൽ വെച്ച് നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ പൊതുവായി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏത് എന്നത് നിർണ്ണയിക്കാനുള്ള ചർച്ച സംഘടിപ്പിച്ചു. ആ ചർച്ചയിൽ ഗ്രാമപഞ്ചായത്തിൽ 12 കേന്ദ്രങ്ങളിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഉള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഏതൊരു സ്റ്റാൻഡ് സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഏകകണ്ഠമായിട്ടാണ് അന്ന് ആ യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുള്ളത്. ഓട്ടോറിക്ഷ തൊഴിലാളികളോട് അവരുടെ അഭിപ്രായം പറയാനും സംസാരിക്കാനും അവസരം കൊടുത്തു. അതിൽ ഈ 12 കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവുമില്ലാതെ അംഗീകരിച്ച ഒരു പട്ടിക മെയ് 13 ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്കും അതിൻ്റെ തീരുമാനങ്ങളുടെ കോപ്പി മെയ് 16 RTO ഓഫീസിലേക്കും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മെയിൽ ചെയ്തിട്ടുണ്ട് എന്നത് നമ്മുടെ രേഖകളിൽ നിന്ന് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി വിഭാവനം ചെയ്തത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള ഓട്ടോ സ്റ്റാൻഡുകളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡുകൾ നിർണയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ആ കേന്ദ്രങ്ങളിൽ ഏത് ഓട്ടോറിക്ഷ ഏത് ഓട്ടോ ഡ്രൈവർ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാക്കി സ്റ്റാൻഡ് പെർമിറ്റ് നൽകുന്നതിനു വേണ്ടിയാണ് കൂട്ടായി തീരുമാനിച്ചത്. ഈ സന്ദർഭത്തിലാണ് അന്ന് ചർച്ച ചെയ്ത് ആ യോഗത്തിൽ അംഗീകരിച്ച ഒരു ഓട്ടോ സ്റ്റാൻഡ് സംബന്ധിച്ച് പരാതി ഉയർത്തിക്കൊണ്ട് ആ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് ഒരു വിഭാഗം തൊഴിലാളികൾ മുന്നോട്ട് വന്നതായിട്ട് അറിയുന്നത്. ഗ്രാമപഞ്ചായത്ത് നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള ഒരു പരാതി ഉയർന്നു വന്നിട്ടില്ല. ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ ഓട്ടോ തൊഴിലാളികൾ എന്ന രീതിയിൽ ഈ വിഷയം അവർ ഉന്നയിച്ചിരുന്നു. അടുത്ത ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് അവരോട് സൂചിപ്പിച്ചത്. മാത്രമല്ല ഒരു സമിതി ഒരു യോഗത്തിലെടുത്ത തീരുമാനം കേവലം നമുക്ക് വാചികമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു യോഗത്തിന്റെ പിൻബലമില്ലാതെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നത് എല്ലാവർക്കും അറിയാം. ഗ്രാമപഞ്ചായത്തിന്റെ മെയ് 7 ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി യോഗം നടന്നിട്ടില്ല എന്നതും ഈ യോഗത്തിന് ശേഷം തുടർന്ന് വന്ന ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചതും ഇല്ല എന്നുമൊക്കെ നാട്ടിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പ്രചരണമെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഗ്രാമപഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തവരും തീരുമാനങ്ങളുമൊക്കെ വ്യക്തമായ രേഖകൾ ഉണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 4 ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും ഈ സാമ്പത്തിക വർഷത്തിൽ ഈവനിംഗ് OP ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന് വിരുദ്ധമായി ഈവനിംഗ് OP ഇല്ല എന്ന രീതിയിലുള്ള പ്രചരണം തികച്ചും തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം
ഒരു ആക്ഷേപം ചർച്ച ചെയ്യപ്പെട്ടതായിട്ട് അറിയുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഏറ്റവും നല്ല രീതിയിൽ 4 ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഗ്രാമപഞ്ചായത്ത് പദ്ധതി തീരുമാനിച്ചേർപ്പെടുത്തിയ സായാഹ്ന ഒപിയിലെ ഡോക്ടർ ഉൾപ്പെടെ സർക്കാർ തീരുമാനിച്ച് നൽകിയ 3 ഡോക്ടറും സായാഹ്ന ഒപി ഡോക്ടറും ഉൾപ്പെടെ 4 പേർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഏതാണ്ട് പ്രവൃത്തി ദിവസങ്ങളിൽ പകൽ സമയത്ത് രാവിലെ മുതൽ 9 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് ഏതാണ്ട് 150-നും 200-നും ഇടയിലുള്ള രോഗികൾ പ്രതിദിനം വന്ന് ചികിത്സ തേടി പോകുന്ന സ്ഥാപനമാണ് ശ്രീകൃഷ്ണപുരം FHC. മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള ലാബ് ടെക്നീഷ്യന്റെ സേവനം ഉപയോഗിച്ചുകൊണ്ട് സൗജന്യ നിരക്കിൽ ലാബ് സേവനങ്ങൾ അവിടെ ഫലപ്രദമായി ലഭ്യമാകുന്നുണ്ട്. സർക്കാരിന്റെ തീരുമാനപ്രകാരമുള്ള മരുന്ന് തികയാതെ വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം പദ്ധതി വെച്ചുകൊണ്ട് മരുന്ന് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചു വരാറുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ദിവസം പോലും സായാഹ്ന ഒപി മുടങ്ങിയിട്ടില്ല എന്നത് കൃത്യമായി പറയാൻ, ആധികാരികമായി പറയാൻ കഴിയുമെന്നത് കൊണ്ട് തന്നെയാണ് ആ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ ശ്രീകൃഷ്ണപുരത്തെ എന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെയും, ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ജില്ല അല്ലെങ്കിൽ ഒരു നഗരസഭ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ തുടങ്ങി പ്രാദേശിക സർക്കാരുകളിലെ ഒന്നും തന്നെ പദ്ധതികൾ അംഗീകരിക്കുന്നതിനോ അവയ്ക്ക് പൂർണ്ണത നൽകുന്നതിനോ അവയ്ക്ക് അംഗീകാരം നൽകുന്നതിനോ മാത്രമല്ല പദ്ധതി വിഹിതമായി കൊണ്ട് ഏപ്രിൽ 1 ലഭിക്കേണ്ട പദ്ധതി വീതം നാളിതുവരെ ലഭിച്ചിട്ടില്ല എന്ന് കൂടി ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. പാലിയേറ്റീവ് മേഖലയിലെ കിടപ്പ് രോഗികളുടെ വീടുകളിലേക്ക് സ്വാന്തനമേകി പോകുന്ന നമ്മുടെ ഹോം കെയർ യാത്രകൾ പോലും അതില് വാഹനത്തിൽ എണ്ണ അടിക്കാൻ എണ്ണ കടം പറഞ്ഞ് നിൽക്കുകയാണ്. അവിടുത്തെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാനാകുന്നില്ല. കിഡ്നി രോഗികൾ പോലെയുള്ള ആളുകൾക്ക് മരുന്ന് ലഭ്യമാക്കാനും കഴിയുന്നില്ല. ഈ വക പ്രയാസങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ശ്രീകൃഷ്ണപുരത്തെ ഹോം കെയർ യാത്ര ഇന്നേവരെ മുടങ്ങിയിട്ടില്ല, ഈവനിങ് ഒപ്പി ഇതുവരെ മുടങ്ങിയിട്ടില്ല. അതെല്ലാം മുടങ്ങാതെ മുന്നോട്ട് പോകാനുള്ള ജാഗ്രത ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുകൂടി, ഒരുപക്ഷെ ഇതിനൊന്നും അറിവില്ലാത്തവരായിരിക്കാം, ഇതേക്കുറിച്ചൊന്നും പഠിക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യങ്ങളായിരിക്കാം ഇതിനെയെല്ലാം തള്ളിക്കളയാൻ കാരണമായിട്ടുള്ളത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രസ്തുത ഓട്ടോ സ്റ്റാൻഡ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം വന്നതാണെന്നും അത്തരം ഒരു തീരുമാനമില്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളെ പോലീസിന്റെ സഹായത്തോടെ ഭീഷണിപ്പെടുത്തുകയാണ് കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടുന്ന കോൺഗ്രസുകാർ ചെയ്യുന്നതെന്ന് CPIM ഏരിയ കമ്മിറ്റി അംഗം B രാജേഷ് പറഞ്ഞു. അവിടെയുള്ള സ്വകാര്യ ക്ലിനിക്കിലേക്ക് വരുന്ന രോഗികൾക്ക് ഒരു ഓട്ടോറിക്ഷ ലഭിക്കണമെങ്കിൽ 200 മീറ്ററിലധികം ദൂരമുള്ള മണ്ണപ്പറ്റ റോഡ് ജംഗ്ഷനിലേക്കോ ചന്തപ്പുര ടൗണിലേക്കോ പോകേണ്ട സ്ഥിതിയാണുള്ളത്. ക്ലിനിക്കിലേക്ക് വരുന്ന രോഗികൾക്കും ഈശ്വരമംഗലം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വിശ്വാസികൾക്കും വളരെയേറെ സൗകര്യമുള്ളതാണ് ഈ ഓട്ടോ സ്റ്റാൻഡ്. തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊപ്പം ഏതറ്റം വരെ പോകാനും വേണ്ടിവന്നാൽ ഒരു സമരത്തിലേക്ക് തന്നെ നീങ്ങാനും CPIM ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ട് അത്തരമൊരു തീരുമാനം ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടില്ല എന്ന രീതിയിൽ ഉള്ള നുണപ്രചരണമാണ് കോൺഗ്രസിന്റെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നതെന്നും ഇതിനെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈശ്വരമംഗലം അമ്പലവും അതുപോലെ ഒരു സ്വകാര്യ ക്ലിനിക്കും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മണ്ഡപവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഒരു പുതിയ ഓട്ടോ സ്റ്റാൻഡ് പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം നിലവിൽ വന്നിട്ടുള്ളത്. 12 ഓട്ടോ സ്റ്റാൻഡുകളാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളത്. അതിൽ 6ാമത്തെ നമ്പറായി എഴുതി ചേർത്തിട്ടുള്ള ഈശ്വരമംഗലം റോഡിലുള്ള ഈ ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഒരു കോൺഗ്രസ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പോലീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ട തൊഴിലാളികളായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. തീർച്ചയായിട്ടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി മെയ് 7-ാം തീയതി ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ 42 പേരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിന്റെ തീരുമാനപ്രകാരമുള്ള മിനിറ്റ്സിന്റെ കോപ്പി മെയ് 13-ന് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലും മെയ് 16-ന് ഒറ്റപ്പാലം RT ഓഫീസിലും പഞ്ചായത്ത് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചില കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ നിർദ്ദേശത്തോടു കൂടി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം ആ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ ആ നാട്ടിലെ ജനങ്ങളുടെ നിരന്തരം ആവശ്യപ്രകാരം കൂടി ആയാണ് ആ ഓട്ടോ സ്റ്റാൻഡ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അമ്പലത്തിലേക്ക് പോകുന്ന 100 കണക്കിന് വിശ്വാസികൾക്ക് ആ സ്വകാര്യ ക്ലിനിക്കിലേക്ക് വരുന്ന
200-250ഓളം രോഗികൾ ഒരു ദിവസം ആ ക്ലിനിക്കിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ സഹായകരമാകുന്ന വിധത്തിലാണ് ആ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആവശ്യത്തിനും അനാവശ്യത്തിനും നിരന്തരം ഭീഷണി മുഴക്കുന്ന ഒരു സമീപനമാണ് ശ്രീകൃഷ്ണപുരത്തെ കോൺഗ്രസ് നേതാക്കന്മാര് ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ പാവങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, തൊഴിലാളികളുടെ ഒപ്പം നിൽക്കുന്ന പ്രസ്ഥാനം എന്ന നിലക്ക് CPIM ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഒപ്പം എന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും വേണമെങ്കിൽ ഒരു സമരത്തിലേക്ക് കടക്കാനും പാർട്ടിക്ക് മടിയില്ല എന്ന് മെയ് 7 ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനമാണ് പഞ്ചായത്ത് ഭരണസമിതി പിന്നീട് മെയ് 13 പോലീസ് സ്റ്റേഷനിലേക്കും മെയ് 16 RT ഓഫീസിലേക്കും നൽകിയത്. പക്ഷേ ആ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ ജനപ്രതിനിധി ഇത് പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടില്ല എന്ന മട്ടിലുള്ള നുണപ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരികയാണ്. ഈ കോൺഗ്രസിന്റെ മെമ്പറുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസുകാർ ഓട്ടോ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.